إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, എത്രത്തോളം എന്നാൽ 150-ലധികം ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, നമുക്കൊരു മുഖ്യ ശത്രുവുണ്ട്. നമ്മുടെ മുഖ്യ ശത്രു അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് നമുക്ക് താക്കീത് നൽകിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും പിശാച്, ശൈത്താൻ, അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കുക. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായും അവൻ അവന്റെ കക്ഷിയിലേക്ക് ക്ഷണിക്കുന്നത് ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ കത്തിയേരിയുന്ന നരകാവകാശികളായി തീരുന്നതിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, മനുഷ്യനോട് പിശാചിനുള്ള, ശൈത്താൻ ഉള്ള ശത്രുത എന്നത് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ ആരംഭിച്ചതല്ല. മറിച്ച് നമ്മുടെ വാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുതൽ മനുഷ്യന്റെ ആദ്യത്തെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മുതൽ ആരംഭിച്ച ശത്രുതയാണത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, വലാ യബ്തഗി ബിഗൈരി ഹലാകി ഇബ്നി ആദം. പിശാച് ആദം സന്തതിയുടെ മനുഷ്യന്റെ ഹലാക്കല്ലാതെ, നാശമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ മുഖ്യ ശത്രുവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ താക്കീത്? അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കുക.
അവനൊരിക്കലും മനുഷ്യന്റെ മിത്രമായി തീരുകയില്ല. അല്ലാഹു അതാ സൂറത്തുൻ നൂറിൽ അതുപോലെ സൂറത്തുൽ ബഖറയിൽ ആവർത്തിച്ച് ഒരുപോലെയുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അല്ലാഹു വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ ഖുതുവാത്തുകൾ, എന്താണ് ഖുതുവാത്ത് എന്ന് പറഞ്ഞാൽ? കാലടിപ്പാടുകൾ, അവൻ സഞ്ചരിച്ച വഴികൾ, അവന്റെ കാൽപ്പാടുകൾ, അവൻ ഏതൊരു മാർഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ ആ മാർഗമെല്ലാം അള്ളാഹുവിനോടുള്ള ധിക്കാരം മാത്രമാണ്. ആ മാർഗങ്ങൾ, ആ വഴികൾ, ആ കാലടിപ്പാടുകൾ അത് നിങ്ങൾ പിന്തുടരരുത്. വമൻ യത്തബിഅ ഖുതുവാതി ശൈത്താൻ, ആരെങ്കിലും അങ്ങനെ പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാച് അവന്റെ കാലടിപ്പാടുകൾ പിൻപറ്റിയവരോട് തിന്മകൾ, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ, തോന്നിയവാസങ്ങൾ, പാപങ്ങളാണ് കൽപ്പിക്കുക. അതാ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. ദീനിൽ നിന്ന് കുറച്ചെടുക്കുക, കുറച്ചൊഴിവാക്കുക, തോന്നിയത് സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക എന്നതല്ല. ദീന് മുഴുവൻ നിങ്ങൾ മുറുകെ പിടിക്കുക. പരിപൂർണമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകൾ പിൻപറ്റിപ്പോവരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. എന്തുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പിശാചിന്റെ കാലടിപ്പാടുകൾ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത്? അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവൻ. എന്താണ് പ്രിയമുള്ളവരെ അദുവ്വും മുബീൻ എന്ന് പറഞ്ഞാൽ? പ്രത്യക്ഷ ശത്രു. അവനാണ് ഏറ്റവും വലിയ ശത്രു, മുഖ്യ ശത്രു. അതുകൊണ്ട് അവന്റെ ആ ശത്രുത അത് നമ്മൾ കരുതിയിരിക്കണം എന്ന് അല്ലാഹു പറയുകയാണ്. ഈ മുഖ്യ ശത്രുവിന്റെ പ്രത്യേകത എന്താണ് പ്രിയമുള്ളവരെ? സാധാരണ മനുഷ്യരിൽപ്പെട്ട ഒരു ശത്രുവിനെ നമുക്ക് കാണാം. അവൻ നമ്മെ കാണുന്നത് പോലെ, അവന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് നോക്കിയാൽ കാണാം മനുഷ്യ ശത്രുവാണെങ്കിൽ. എന്നാൽ പിശാചാകുന്ന ശത്രുവിന്റെ പ്രത്യേകത അല്ലാഹു പറയുന്നു, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ വർഗവും നിങ്ങളെ കാണും, എന്നാൽ നിങ്ങൾ അവരെ കാണുകയില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മുൻഗാമികളിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന അദുവൻ യറാക വലാ തറാഹു, ഇന്ന അദുവൻ യറാക, തീർച്ചയായും ഒരു ശത്രു, ആ ശത്രു നിന്നെ കാണുന്നുണ്ട്, നിന്നെ കാണുന്ന ഒരു ശത്രു, എന്നാൽ വലാ തറാഹു, നീ അവനെ കാണുന്നില്ല. ലശദീദുൽ മുഅ്ന, അതാണ് കടുത്ത ഭാരമേറിയ ഒരു ശത്രുത, അതാണ് കൂടുതൽ പ്രയാസകരമായിട്ടുള്ളത്. ഇല്ലാ മൻ അസമല്ലാഹ്, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിച്ചാലല്ലാതെ, അള്ളാഹു ഒരാളെ കാത്തുരക്ഷിച്ചാലല്ലാതെ, അള്ളാഹു ഒരാൾക്ക് കാവൽ നൽകിയാലല്ലാതെ കാണാത്ത ശത്രുവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ വലിയ കാര്യമാണ്, അത് വലിയ പ്രയാസമാണ്, ഭാരമേറിയ കാര്യമാണ് എന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഈ ശത്രുവിന്റെ പ്രത്യേകത അവൻ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. നമ്മുടെ ഏതൊരു നല്ല വഴിയുണ്ടോ അതിന്റെ കുറുകെ അവൻ വന്നിരിക്കും. എവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന മേഖലകളുണ്ടോ അതിന്റെയൊക്കെ സിറാത്തുൽ മുസ്തഖീമിന്റെ കുറുകെ അവൻ വന്നിരിക്കും. പിന്തിരിപ്പിക്കാൻ, വഴികേടിലാക്കാൻ, നശിപ്പിക്കാൻ, നരകത്തിലേക്ക് എത്തിക്കാൻ ഇബ്ലീസ് പിശാച് എന്താണോ മനുഷ്യരാശിയെക്കുറിച്ച് ധരിച്ചു വെച്ചത് അത് സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. അല്ലാഹു അതാ സൂറത്തു സബയിൽ പറയുന്നു,
വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ദന്നഹു. അവരുടെ കാര്യത്തിൽ, മനുഷ്യരുടെ കാര്യത്തിൽ ഇബ്ലീസിന്റെ ധാരണ അത് സത്യമായി പുലർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇബ്ലീസിന്റെ ധാരണ സത്യമായി പുലർന്നത്? അല്ലാഹു പറയുന്നു, ഫത്തബഊഹു, മനുഷ്യർ അവനെ പിൻപറ്റുകയുണ്ടായി, അവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നു. ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ ചിലരൊഴികെ, വിശ്വാസികളായ ആളുകൾ ഒഴികെ, വിശ്വാസികളിൽപ്പെട്ട ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾ ഇബ്ലീസിന്റെ ധാരണ അത് സത്യപ്പെടുത്താൻ അവനെ പിൻപറ്റുകയുണ്ടായി. അല്ലാഹു ഈ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മുഖ്യ ശത്രുവിനെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവൻ ആയുസ് ചോദിച്ചിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ റബ്ബേ നീ എന്നെ ബാക്കിയാക്കണേ എന്നവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് അവന് ഉത്തരം നൽകിയിട്ടുമുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവൻ എന്താണ് ചെയ്യുക? അള്ളാഹു പറയുകയാണ്, പിശാചത ഇബ്ലീസത അള്ളാഹുവിനോട് പറയുന്നു, ഖാല അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ, അള്ളാഹുവേ എന്നേക്കാൾ നീ ആദരിച്ച ഈ മനുഷ്യൻ ഇവൻ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ. ആരാണിവൻ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ചോദിച്ച ചോദ്യമാണ് ഇബ്ലീസ്. എന്നിട്ട് അള്ളാഹുവിനോട് അവൻ പറയുകയാണ്, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവേ നീ എനിക്ക് സമയം നീട്ടിത്തരുകയാണെങ്കിൽ, എന്നെ ഖിയാമത്ത് നാൾ വരെ ബാക്കിയാക്കുകയാണെങ്കിൽ, ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ, ആദമിന്റെ സന്താനങ്ങളിൽ നിന്ന് കുറച്ചാളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ലഅഹ്തനികന്ന എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് തഅക്കീദ് ചെയ്തിട്ടാണ്, ഉറപ്പിച്ചിട്ടാണ് പറയുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടത്. അവന്റെ ആ ഊഹം, അവന്റെ ആ ധാരണ അത് ശരിയായി പുലർന്നിരിക്കുന്നു. ഒരുപാട് ആളുകളെ അവൻ പിഴപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളെ, ഇഖ്ലാസുള്ള ആളുകളെ ഇബ്ലീസ് അവരുടെ കാര്യത്തിൽ നിരാശനായിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ വിഭാഗത്തിൽ, ആ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞു, അവൻ ഈ വീരവാദം മുഴക്കിയപ്പോൾ, ഖാല, അല്ലാഹു പറഞ്ഞു, ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറാ. നീ പോയിക്കോളൂ, നിനക്ക് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടി തന്നിരിക്കുന്നു. നീയും നിന്നെ പിൻപറ്റിയ ആളുകളും കത്തിയെരിയുന്ന നരകത്തിലായിരിക്കും. നിങ്ങൾക്ക് മതിയായ പ്രതിഫലം, തിക്തഫലം ആ നരകത്തിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് അല്ലാഹു അവരോട് പറയുകയാണ്, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്. ആദമിന്റെ സന്താനങ്ങളെ, മനുഷ്യരെ, നിന്റെ ശബ്ദം കൊണ്ട്, നിന്റെ രാഗം കൊണ്ട്, നിന്റെ ഈണം കൊണ്ട് നീ ഇളക്കി വിട്ടുകൊള്ളുക. വാജിലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക. നിന്റെ കാലാൾ പടയെയും കുതിരപ്പടയെയും നീ അവർക്കെതിരിൽ തിരിച്ചു വിട്ടുകൊള്ളുക. വശാരിഖും ഫിൽ അംവാലി വൽ ഔലാദ്. അവരുടെ സന്താനങ്ങളിലും അവരുടെ സമ്പത്തുകളിലും നീ പങ്കുചേർന്നുകൊള്ളുക. വഅഇദുഹും. നീ അവർക്ക് വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊള്ളുകയും ചെയ്യുക. സഹോദരങ്ങളെ, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, അവനും അവന്റെ കൂട്ടാളികളും ചെറിയ രൂപത്തിലല്ല, നിസാരമായ പടയൊരുക്കമല്ല, മറിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടി ചോദിച്ചുകൊണ്ട് അവൻ നമ്മെ ഓരോരുത്തരെയും, ആദമിന്റെ സന്താനങ്ങളെ, അവന്റെ രാഗം, ഈണം മുഖേന ഇളക്കിവിടും. മ്യൂസിക്, സംഗീതം എന്നത്, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ എന്നുള്ളത് സഹോദരങ്ങളെ പിശാചിന്റെ രാഗമാണ്. ആ രാഗം, ആ ശബ്ദം അത് കേട്ടാൽ
മനസ്സിന് രോഗമുണ്ടാകുന്നു, മനസ്സുകൾ തിന്മയിലേക്ക് ചായുന്നു, മനസ്സുകൾ തിന്മയിലേക്ക്, അങ്ങനെയുള്ള ദേഹേച്ഛകളിലേക്ക് ചാഞ്ഞുപോകുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ ഓരോരുത്തരും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. എവിടെ പോയാലും ഈ പിശാചിന്റെ രാഗം കേൾക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഉപകരണം, ഒരു ദുനിയാവിന്റെ നല്ല കാര്യം നോക്കിയാൽ പോലും ഈ ശബ്ദം ഇങ്ങനെ ശബ്ദിക്കുകയാണ്. സഹോദരങ്ങളെ, പിശാചിന്റെ രാഗമാണത്, അതിൽപ്പെട്ടതാണത്. അത് നമ്മെ ഇളക്കിവിടും, സംഗീതത്തിന്റെ അടിമകളാക്കി തിന്മകളിലേക്കും ഹറാമുകളിലേക്കും വ്യഭിചാര ചിന്തകളിലേക്കും അവിഹിത ബന്ധങ്ങളിലേക്കും തള്ളിവിടും. അവന് കാലാൾ പടയുണ്ട്, വലിയ സർവ സന്നാഹമായി ഒരുങ്ങി നിൽക്കുന്ന സൈന്യമുണ്ട്, അവന് കുതിരപ്പടയാളികളുണ്ട്. അവനാകട്ടെ മനുഷ്യന് മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യും. ഇതൊക്കെ സംഭവിച്ചാലും അല്ലാഹു പറയുകയാണ്, വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. പിശാചിന്റെ മോഹന വാഗ്ദാനങ്ങൾ എന്നത് വഞ്ചനകൾ മാത്രമാകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാനുള്ള, നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണിതാ ഇനിയുള്ളത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. അല്ലാഹു പിശാചിനോട്, ഇബ്ലീസിനോട് പറഞ്ഞു, തീർച്ചയായും എന്റെ അടിമകൾ, അഥവാ എന്റെ നല്ലവരായ അടിമകൾ, സത്യവിശ്വാസികൾ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ കാര്യത്തിൽ നിനക്ക് യാതൊരു അധികാരവുമില്ല. സഹോദരങ്ങളെ, യഥാർത്ഥ വിശ്വാസികളായി തീർന്നാൽ നമുക്ക് രക്ഷപ്പെടാം, പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാം. അല്ലാഹു കാവൽ നൽകാൻ യഥാർത്ഥ മുഅ്മിനീങ്ങളായി തീരുക എന്നുള്ളതാണ്, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നു, വകഫാ ബിറബ്ബിക വകീലാ. നിന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായതാണ് ഭരമേൽപ്പിക്കാൻ. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ മുഖ്യ ശത്രു, അവന്റെ വസ്വാസുകൾ, അവന്റെ ഉപദ്രവങ്ങൾ, അല്ലാഹു നമുക്ക് മതിയായതാണ്. ആ കാര്യത്തിൽ അല്ലാഹു നമ്മെ കാത്തുകൊള്ളും എന്നുള്ളതാണ്. അതാ പിശാച് അല്ലാഹുവിനോട്, ഇബ്ലീസ് റബ്ബിനോട് അതാ വീണ്ടും വീരവാദം മുഴക്കിയിരിക്കുന്നു. ഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂള. അല്ലാഹുവേ, നിന്റെ അടിമകളിൽ നിന്ന് ഒരു ഓഹരി ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അഥവാ മനുഷ്യർ, അല്ലാഹുവിന്റെ അടിമകളായ നമ്മൾ, പ്രിയമുള്ളവരെ, നമ്മിൽ നിന്നും, മനുഷ്യരിൽ നിന്നും അവന്റെ ആളുകളായ അവൻ ഓഹരി സ്വീകരിക്കുമെന്നാണ്. അവൻ പറയുന്നു, വല ഉളില്ലന്നഹും, അവരെ നാം വഴികേടിലാക്കും, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ചു കളയും, നേരായ പാതയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയും. വല ഉമന്നിയന്നഹും, അവർക്ക് നാം മോഹന വാഗ്ദാനങ്ങൾ നൽകും. വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം, മൃഗങ്ങളുടെ കാതുകൾ മുറിക്കുക എന്നതുപോലെയുള്ള ഷിർക്കിന്റെ വിശ്വാസങ്ങളും ഷിർക്കിന്റെ അതുപോലെയുള്ള ആചാരങ്ങളും അവരോട് നാം കൽപ്പിക്കും. മനുഷ്യരെ വഴിതെറ്റിക്കും, മനുഷ്യരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കും, അവരെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കും. വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്താൻ അവരോട് നാം കൽപ്പിക്കും. തഫ്സീറുകളിൽ ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു നമ്മെ പടച്ചത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്, തൗഹീദിലായിക്കൊണ്ടാണ്. ആ ഫിത്രത്ത് അത് മാറ്റിമറിച്ചു കളയും, അഥവാ ശിർക്കിലേക്ക് തള്ളിവിടും. വേറെ ചില വിശദീകരണ പ്രകാരം അല്ലാഹു മനുഷ്യനെ എങ്ങനെയാണോ പടച്ചത് ആ രൂപത്തിൽ മാറ്റം വരുത്തും. അഥവാ മുഖത്ത് പച്ച കുത്തുക പോലെയുള്ള, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരികം പറിക്കുക, രോമം വടിച്ചു കളയുക, മുഖത്തിന്റെ രൂപം മാറ്റുക തുടങ്ങി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അവരെ നാം ഏർപ്പെടുത്തും. അതെല്ലാം അവരോട് നാം കൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മുഖ്യ ശത്രുവിനെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവന്റെ വീരവാദങ്ങൾ? ഒരു മനുഷ്യനെ
എങ്ങനെയൊക്കെ പിഴപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പിഴപ്പിക്കും. അതൊക്കെ മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്, നൈമിഷികമായ സുഖങ്ങൾ മാത്രമാണ്. ഹറാമുകളിൽ തിന്മകളിൽ തളച്ചിടുമ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് ഇതെന്തോ വലിയ സുഖമുള്ള കാര്യമാണെന്നാണ്, വലിയ കാര്യമാണ് എന്നാണ്. പക്ഷേ പിശാച് അതുകൊണ്ട് ഇബ്ലീസും അവന്റെ കൂട്ടാളികളും ഉദ്ദേശിക്കുന്നത് കത്തിയെരിയുന്ന നരകത്തിലേക്ക് ചെന്നു പതിക്കുവാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, വമൻ യത്തഖിദിശ് ശൈത്താന വലിയ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാണോ പിശാചിനെ വലിയായി മിത്രമായി സ്വീകരിച്ചത്, ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, അവൻ വ്യക്തമായ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ദുനിയാവും ആഖിറവും ഒരുവന്റെ നശിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ വിട്ടുകൊണ്ട്, അല്ലാഹുവിനുള്ള ഓർമ്മകൾ വിട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ വിസ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് പിശാചിനെ ഒരുവൻ കൂട്ടാളിയാക്കിയിട്ടുണ്ട് എങ്കിൽ അവൻ വ്യക്തമായി നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, യഇദുഹും വയുമന്നീഹിം, പിശാചിനോട് നീ വാഗ്ദാനം ചെയ്തു കൊള്ളുക, നീ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊള്ളുക. വമാ യഇദുഹും അശ്ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാച് വഞ്ചനയല്ലാതെ വാഗ്ദാനങ്ങൾ നൽകുകയില്ല. പിശാച് വഞ്ചനയല്ലാത്ത മോഹന വാഗ്ദാനങ്ങൾ നൽകുകയില്ല. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്! നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മുഖ്യ ശത്രുവിനെ കുറിച്ച്? അവന്റെ കാൽപ്പാടുകളെ കുറിച്ച് നാം ജാഗ്രത കൈക്കൊണ്ടിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര സ്ഥലങ്ങളിലാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പുറമേക്ക് ഇത് പറയുകയാണെങ്കിലും രഹസ്യമായി അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പിശാചിനെ വലിയായി സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നാം പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ഖാലിഖാണ്, അവൻ മുദബ്ബിറാണ്, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, അവൻ റഹ്മാനാണ്, റഹീമാണ്, അവനാണ് നമുക്ക് സർവ്വ അനുഗ്രഹങ്ങളും നൽകിയിട്ടുള്ളത്. എന്നാൽ നാം ഏതൊരു പിശാചിനെയാണോ അനുസരിക്കുന്നത്, പിൻപറ്റുന്നത്, അവന്റെ അവസ്ഥ എന്താണ്? അവൻ പരമവഞ്ചകനാണ്, അവൻ മനുഷ്യന്റെ മുഖ്യ ശത്രുവാണ്. നമ്മുടെ വാപ്പ മുതൽക്ക് ഇങ്ങോട്ട് അവന്റെ ശത്രുത ആരംഭിച്ചിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അടുപ്പിക്കാൻ കൊള്ളാത്ത മുഖ്യ ശത്രുവാണവൻ. എന്നിട്ടും ആ പിശാചിന്റെ ഖുതുവാത്തുകൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫഖദ് ഖസിറ ഖുസ്റാനം മുബീന, അവൻ വ്യക്തമായി നഷ്ടത്തിലാണ്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അവനെ സൂക്ഷിക്കാൻ, അവന്റെ ദീൻ മുറുകെ പിടിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. നമ്മൾ ഒരിക്കലും പരമവഞ്ചകനായ പിശാചിന്റെ അടിമകളല്ല. രഹസ്യത്തിലും പരസ്യത്തിലും നമുക്ക് സൂക്ഷിക്കാനും അനുസരിക്കാനും ഭയപ്പെടാനും ഉള്ളത് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് നാം കീഴൊതുങ്ങേണ്ടത്. അവന് മുസ്ലിമീങ്ങളാവാൻ വേണ്ടിയാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇഹലോകത്ത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തിയ നമ്മുടെ മുഖ്യ ശത്രുവിന്റെ കാര്യത്തിൽ നാം ജാഗ്രത കൈക്കൊണ്ടില്ല എങ്കിൽ പരലോകത്ത് നഷ്ടക്കാരിൽ നാം ഉൾപ്പെട്ടു പോകും. നരകാവകാശികൾ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ, കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അതാ അറിയിക്കുന്നു, വഖാല ശൈത്താൻ, ശൈത്താൻ ഇബ്ലീസ് പിശാച് അവൻ പറയും, ലമ്മാ ഖുദിയൽ അംർ,
കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ സ്വർഗക്കാരെല്ലാം സ്വർഗത്തിൽ പോയി, നരകക്കാരെല്ലാം നരകത്തിൽ പോയി, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. നരകത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് പിശാച് പറയൂ, നരകത്തിന്റെ വക്കിൽ നിന്നുകൊണ്ട് പിശാച് പറയുകയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. ആരാണ് ഈ പറയുന്നത്? പിശാച് പരലോകത്ത് വെച്ച് പറയും, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. വഅദൽ ഹഖ്, അവന്റെ വാഗ്ദാനം അത് ഹക്കായിരുന്നു, സത്യമായ വാഗ്ദാനമായിരുന്നു. വവഅദ്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പിശാച് പറയുകയാണ്, ഇതാ ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഫഅഖ്ലഫ്തുകും, ഞാൻ ഏതൊരു വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ ഞാൻ അതെല്ലാം ലംഘിച്ചിരിക്കുന്നു, ഞാൻ അതൊക്കെ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ലായിരുന്നു. ഇല്ലാ അൻ ദഅൗതുകും, നിങ്ങളെ ക്ഷണിക്കുക വിളിക്കുക എന്നതല്ലാതെ. ഖിയാമത്ത് നാൾ വരെ അവൻ ആയുസ് നീട്ടി ചോദിച്ചു. എന്നിട്ട് മനുഷ്യരെ മുഴുവനും നരകത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് അവന്റെ പണി. അവൻ പറയുകയാണ്, അതല്ലാതെ എനിക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്തജബ്തും ലീ, ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹു പറയുകയാണ്, പിശാച് പറയും, ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുകയുണ്ടായി, നിങ്ങൾ എനിക്കാണ് ഉത്തരം നൽകിയത്. അതുകൊണ്ട് നരകവാസികളെ ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ഇന്ന് ആക്ഷേപിക്കേണ്ടതില്ല. പിശാച് പറ്റിച്ച പണിയാണ്, പിശാച് നമ്മുടെ പിന്നാലെ കൂടി നമ്മളെ പിഴപ്പിച്ചതാണ് എന്ന് എന്നെ നിങ്ങൾ പഴിചാരേണ്ടതില്ല. വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ പഴിചാരിക്കൊള്ളുക, അവനവനെ തന്നെ പഴിചാരിക്കൊള്ളുക. അവനവൻ കാരണത്താലാണ് നരകത്തിലെ ഈ കത്തിയെരിയുന്ന തീയിൽ ചെന്നു പതിച്ചത് എന്ന് പറഞ്ഞുകൊള്ളുക. എന്നെ നിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല എന്നവൻ പറഞ്ഞൊഴിഞ്ഞു മാറും. അവൻ പറയും, മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ്യ, ഇന്ന് ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ സഹായിക്കുകയില്ല. കൈയൊഴിയുകയാണ് തീർത്തും. അവനെ അനുസരിച്ച് അവനെ പിൻപറ്റിയ ആരൊക്കെ ഉണ്ടോ അവരെ മുഴുവനും അവൻ വഞ്ചിച്ചു കളയുകയാണ്, അവൻ കൈയൊഴിഞ്ഞു കളയുകയാണ്. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ദുനിയാവിൽ വെച്ച് നിങ്ങൾ എന്നിൽ പങ്കുചേർത്തതിനെ ഞാനിതാ നിഷേധിക്കുന്നു. ഞാനറിയില്ല നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്തത്, എന്നെ ആരാധിച്ചത്, എന്നെ പിന്തുടർന്നത്, എന്നെ പിൻപറ്റിയത് ഞാനിതാ നിഷേധിച്ചിരിക്കുന്നു. എന്നിട്ടതാ അല്ലാഹു പറയുന്നു, ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, തീർച്ചയായും അതിക്രമകാരികൾ ആരോ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് എന്ന് പറഞ്ഞാൽ അവന് വഴിപ്പെട്ട് അവന് കീഴ്പ്പെട്ട് പരിപൂർണമായി അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ബാധ്യത. അതാണ് അല്ലാഹു പറഞ്ഞത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിപൂർണമായി കയറുക ദീനിലേക്ക്. കുറച്ചു ഭാഗം പുറത്തേക്ക് വെച്ച് കുറച്ചു ഭാഗം ഉള്ളിലേക്ക്, അങ്ങനെയല്ല. പിശാച് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. നിങ്ങൾ പരിപൂർണമായി ദീനിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയുള്ള ഇഖ്ലാസ് ഉള്ളവര്, അല്ലാഹുവിനെ അനുസരിച്ചവര്, അല്ലാഹുവിനെ വഴിപ്പെട്ടവരെയാണ് അല്ലാഹു സ്വർഗ്ഗത്തിലാക്കുക. അതാ ശേഷം അല്ലാഹു പറയുന്നു, വഉദ്ഖിലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, ആരാണോ വിശ്വാസം നന്നാക്കിയത്, വിശ്വസിച്ചത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ ബിഇദ്നി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അനുമതി പ്രകാരം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടും. തഹിയ്യതുഹും ഫീഹാ സലാം, ആ സ്വർഗത്തിൽ സലാം, സമാധാനം എന്നതായിരിക്കും അവർക്കുള്ള അഭിവാദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ,
അള്ളാഹുവിനെ വഴിപ്പെടാൻ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും ഏതിരുട്ടിന്റെ മറവിലും നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനുകൾ നമ്മുടെ 2 കണ്ണുകൾ മാത്രമാണ് അതിൽ പതിക്കുന്നത് എന്ന് നാം വിചാരിച്ചു പോകരുത്. ഒരിക്കലും മരിക്കാത്ത ഹയ്യും ലാ യമൂതായ അല്ലാഹു, സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വാഗ്ദാനം ചെയ്ത, നമ്മെ പിഴപ്പിക്കുന്ന, നമ്മെ ഹറാമിലേക്ക് തള്ളിവിടുന്നവൻ പരമവഞ്ചകനായ പിശാചാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് ബുദ്ധിയുള്ളവൻ, അവനാണ് ബുദ്ധിയുള്ളവൻ. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറഞ്ഞ് പിശാചിന്റെ ഖുതുവാത്തുകളിൽ നിന്ന് ഓടി അകലുന്നവനാണ് ബുദ്ധിമാൻ. അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ വഴികേടുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഹറാമുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.